വെൽക്കം ടു നാൻ കിച്ചൺ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പൈനാപ്പിൾ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് തിക്കായിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു അളവിൽ നമുക്ക് പൈനാപ്പിൾ ഫുള്ള് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പൈനാപ്പിൾ ഫുള്ള് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിലുള്ള ഈ മുള്ളുകളുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിങ്ങനെ ചൂഴ്ന്നെടുത്താൽ മതി. അതിൽ എവിടെയൊക്കെ മുള്ളുകളുള്ള ഭാഗങ്ങളുണ്ടോ അത് ഫുള്ള് ഇതേപോലെ നമുക്ക് നീക്കം ചെയ്യാം. ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പൈനാപ്പിൾ പീസുകളെല്ലാം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അതൊക്കെ ഇങ്ങനെ മുള്ളുകളൊക്കെ നീക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ പീസുകൾ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 വിരലിൽ ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശായിട്ട് നമ്മളതിലിങ്ങനെ വെതറി കൊടുത്താൽ മതി. തോനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ നമുക്ക് ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ കുറേശ്ശെ എടുത്താൽ മതി. മുളക് പൊടി ഇട്ടതിൻ്റെ മേലെ നമുക്കിത് ഒന്ന് വെതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ മറ്റേ സൈഡിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിലും പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്കിനി മറ്റേ പൈനാപ്പിൾ പീസുകളൊക്കെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതൊക്കെ പൊടികളിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ റോസ്റ്റിംഗ് പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് പൈനാപ്പിളിൻ്റെ ഓരോരോ പീസുകൾ വെച്ച് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് റോസ്റ്റ് ആയതിനു ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെയും കൂടെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ മേലെയൊക്കെ കുറേശ്ശെ പഞ്ചസാരകൾ ഇട്ട് കൊടുക്കാം. ഓരോരോ പൈനാപ്പിൾ പീസിൻ്റെ മേലെയും കുറേശ്ശെ പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കുക. ഇപ്പോൾ മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെയും കൂടെ കുറച്ചുകൂടി പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ സൈഡിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ പൈനാപ്പിളിൽ പിടിച്ചിട്ടുണ്ടാവും. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ 2 മിനിറ്റ് ഫ്രൈ ആക്കാൻ വെച്ചാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായിട്ട് പൈനാപ്പിളിൽ പിടിച്ചിട്ടുണ്ടാവും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡിലുള്ള പഞ്ചസാരകളൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു വാഴയിലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള റോസ്റ്റഡ് പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസി, സ്വീറ്റ്, സോൾട്ടി ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്നൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.